ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വബഅദ്. സൂറത്ത് മറിയം 85 മുതൽ 89 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. യൗമ നഹ്ശുറു, ഈ വചനത്തിലെ ഹായിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കുക. തൊണ്ടയുടെ മധ്യമാണ് അതിൻ്റെ മഖ്റജ്. അൽ മുത്തഖീന, ഖാഫ് ഇസ്തിഅലാൻ്റെ അക്ഷരമാണ്, എന്നാൽ കസ്റായതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീം മാത്രം നൽകുക. ഇലർ റഹ്മാനി, റാ തഫ്ഖീം ചെയ്യണം. എന്നാൽ തക്രീർ എന്ന സിഫത്ത് അതിന് പ്രത്യേകമുള്ളതാണെങ്കിലും ഷദ് നൽകി ഉച്ചരിക്കുമ്പോൾ കൂടുതൽ തക്രീർ വരാതെ സൂക്ഷിക്കേണ്ടതാണ്. അർ എന്ന് വിറപ്പിക്കരുത്. ഇലർ റഹ്മാനി, ഹ ഉച്ചരിക്കുക വ്യക്തമായി മഖ്റജിൽ നിന്ന്. വഫ്ദ, വാവ് രണ്ട് ചുണ്ടുകളിൽ നിന്ന് തന്നെ വരണം. ഫ താഴെ ചുണ്ടും മേലെ മുൻപല്ലിൻ്റെ അറ്റവുമാണ്. വഫ്ദ, എല്ലാ അക്ഷരങ്ങളും റാ ഖാഫ് ഒഴികെ തഫ്ഖീം ഇല്ലാത്ത അഥവാ തർക്കീഖ് ചെയ്ത് ഉച്ചരിക്കേണ്ട ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളാണ്. വനസൂഖുൽ മുജ്രിമീൻ, ഖാഫിന് തഫ്ഖീം കൊടുക്കുക. അൽ മുജ്രിമീൻ, ജീമിൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കണം. ഇലാ ജഹന്നം, നൂൻ മുഷദ്ദദയെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇലാ ജഹന്നമ വിർദ, വാവ് ചുണ്ടുകളിൽ നിന്ന് തന്നെ വരണം. താഴെ ചുണ്ടും മേലെ പല്ലും ചേർത്ത് ഉച്ചരിക്കരുത്. വിർദ, റാഇന് തർക്കീഖാണ്, നേർപ്പിച്ചുകൊണ്ട് റാഇനെ ഉച്ചരിക്കണം. കാരണം അതിന് സുക്കൂൻ തൊട്ട് മുമ്പിൽ സ്ഥിരപ്പെട്ട കസ്റുമുണ്ട് എന്നതാണ്. ലാ യംലികൂന അശ്ശഫാഅ, ഈ പദത്തിൽ സാക്കിനത്തായ മീമിന് ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. യം എന്ന് മണിച്ചു പോയത്. ലാ യംലികൂന അശ്ശഫാഅ ഇല്ലാ മൻ ഇത്തഖദ ഇൻദർ റഹ്മാൻ, ഇല്ലാ മൻ ഇത്തഖദ, ഖാഇന് തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ്. മറ്റക്ഷരങ്ങൾക്ക് തഫ്ഖീം വരാതെ ശ്രദ്ധിക്കുക. ഇൻദ, ഈ പദത്തിൽ സാക്കിനത്തായ നൂനും ശേഷം ദാലും വന്നത് ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം. ഇൻദർ റഹ്മാനി, റാ തടിപ്പിച്ച് തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കുക. ഹ സൂചിപ്പിച്ചു, ഇതേ പദം നേരത്തെ വന്നതാണ്. ഹാൻ്റെ ഉച്ചാരണം അതിൻ്റെ മഖ്റജായ തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് വരണം. ഇൻദർ റഹ്മാനി അഹ്ദ, ഐന് ഹ ഇവയൊക്കെ ഹൽഖിയ അക്ഷരങ്ങളാണ്. ഐന് തൊണ്ടയുടെ മധ്യമാണെങ്കിൽ ഹ തൊണ്ടയുടെ താഴെ അറ്റമാണ്, അങ്ങേ അറ്റം. അഖ്സൽ ഹൽഖ, അക്ഷരങ്ങൾ വ്യക്തമായി അതായത് മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കുക. അഹ്ദ, വഖാലു, ഖാഫും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫും തഫ്ഖീം ചെയ്ത് തടിപ്പിക്കേണ്ടതാണ്. ഇത്തഖദ ചേർത്തോതുമ്പോൾ വഖാലു ഇത്തഖദ ഇൽതിഖാഉ സാക്കിനിൻ പരിഹരിക്കുവാൻ വേണ്ടി ദീർഘാക്ഷരമായ വാവിനെ കളയണം. വഖാലു ഇത്തഖദ റഹ്മാനു, ഇത്തഖദ നേരത്തെ വന്ന പദം, ഖാഇന് തഫ്ഖീം കൊടുക്കുക. റഹ്മാനു വീണ്ടും ആവർത്തിക്കുന്നു. റാഇന് തഫ്ഖീം, ഹ വ്യക്തമായി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുവാൻ ശ്രദ്ധിക്കുക. വലദ, ലഖദ്, ലഖദ് ഖാഫിന് തഫ്ഖീമുണ്ട്, ദാലിന് സുക്കൂൻ നൽകി ഉച്ചരിക്കുകയാണ് ഖൽഖല സുഗ്റ. ലഖദ് ജിത്തും, ജിത്തും ഹംസ ഷിദ്ദത്തിൻ്റെ അക്ഷരമാണ്, അത് ജീത്തും എന്നോ ജീത്തും എന്നൊന്നും ആവരുത്. സാക്കിനത്തായ മീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. ഷൈഅൻ ഇദ്ദ, തൻവീനും ശേഷം ഹംസയുമാണ്, ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കുക. ഷൈഅൻ ഇദ്ദ, ഹംസകൾ ക്ലിയറായി ഉച്ചരിക്കുക. ഷൈഅൻ ഇദ്ദ എന്നൊന്നും ആവരുത്. ഷൈഅൻ ഇദ്ദ തെറ്റാണ്. ഷൈഅൻ ഇദ്ദ വ്യക്തമാക്കി ഉച്ചരിക്കുക. أعوذ بالله من الشيطان الرجيم.
يوم نحشر المتقين إلى الرحمن وفدا ونسوق المجرمين إلى جهنم وردا لا يملكون الشفاعة إلا من اتخذ عند الرحمن عهدا وقالوا اتخذ الرحمن ولدا لقد جئتم شيئا إدا. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه أما بعد. സൂറത്ത് മറിയം 90 മുതൽ 95 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമങ്ങളാണ് സൂചിപ്പിക്കുന്നത്. തകാദുസ്സമാവാതു, ഇവിടെ എല്ലാ പദങ്ങളും എല്ലാ ഹർഫുകളും തന്നെ ഈ രണ്ട് പദങ്ങളിലെ എല്ലാ അക്ഷരങ്ങളിലും തർക്കീക്ക് നൽകുകയാണ് വേണ്ടത്. കാരണം ഇതിലൊന്നുപോലും ഇസ്തിഅലാഇൻ്റെ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ടതായിട്ടില്ല. തകാദുസ്സമാവാതു യതഫത്തർന, ഇതിൽ താഉം റാഉം തഫ്ഖീം ചെയ്യേണ്ട അക്ഷരങ്ങളാണ്. ബാക്കി അക്ഷരങ്ങളൊക്കെ തർക്കീക്കിൻ്റേതാണ്. യതഫത്തർന യതഫത്തർന മിൻഹു, ഇതിലുള്ള സാക്കിനത്ത നൂനിനെ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. മിൻഹു അല്പം പോലും ഗുന്നത്ത് നൽകാതെ. യതഫത്തർന മിൻഹു വതൻഷഖുൽ അർദു എന്ന് പാരായണം ചെയ്യുക. വതൻഷഖു സാക്കിനത്ത നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിക്കണം, അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വതൻഷഖുൽ അർദു, ഖാഫിന് തഫ്ഖീം കൊടുക്കണം. അൽ അർദു റാഇനും ദ്വാദിനും തഫ്ഖീം കൊടുക്കണം. മറ്റക്ഷരങ്ങൾക്കെല്ലാം തർക്കീഖാണ്. വതഖിറുൽ ജിബാലു ഹദ്ദ, വതഖിറു ഖാഇന് കസ്റ ആയതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീം മതി. ഇസ്തിഅലാഇൻ്റെ ഹർഫാണ് ഖാ, എന്നാൽ കസ്റ നൽകപ്പെട്ടതിനാൽ ഏറ്റവും കുറഞ്ഞ തഫ്ഖീം. വതഖിറുൽ ജിബാലു റാഇന് തഫ്ഖീമാണ്. വതഖിറുൽ ജിബാലു ഹദ്ദ അൻ ദഅഉ, ഇതിൽ സാക്കിനത്ത നൂനും ശേഷം ദാലുമാണ് വന്നത്. ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിക്കണം. അൻ ദഅഉ ലിർറഹ്മാനി വലദ, ലിർറഹ്മാനി റാഇ തഫ്ഖീം ചെയ്യേണ്ട ഹർഫാണ്. ഹ വ്യക്തമായി അതിൻ്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അൻ ദഅഉ ലിർറഹ്മാനി വലദ, തഫ്ഖീമിൻ്റെ റാ ഒഴിച്ച് മറ്റെല്ലാ അക്ഷരങ്ങളും തർക്കീഖിൻ്റേതാണ്. വമാ യൻബഗി, സാക്കിനത്ത നൂനിനെ മീമാക്കി മാറ്റി മണിക്കണം, ഇഖ്ലാബ് ചെയ്ത് ഉച്ചരിക്കുക. വമാ യൻബഗി, ഗൈൻ ഇസ്തിഅലാഇൻ്റെ ഹർഫാണ്, തഫ്ഖീം നൽകേണ്ടതാണ്. കുറഞ്ഞ തഫ്ഖീം മാത്രം, കസ്റ ആയതുകൊണ്ട്. ലിർറഹ്മാനി, വീണ്ടും ആ പദം ആവർത്തിക്കുന്നു. റാഇന് തഫ്ഖീം, ഹ ശ്രദ്ധിക്കുക. വമാ യൻബഗി ലിർറഹ്മാനി അൻ യത്തഖിദ്, അൻ സാക്കിനത്ത നൂൻ ശേഷം യാ, ഇദ്ഗാം ബിഗുന്ന നാഖിസ് നൽകി. അൻ യത്തഖിദ വലദ, ഖാഇന് കുറഞ്ഞ തഫ്ഖീമാണ് കൊടുക്കുക, കസ്റ ആയതുകൊണ്ട്. അൻ യത്തഖിദ വലദ. ഇൻ കുല്ലു സാക്കിനത്ത നൂനും ശേഷം കാഫും ഇഖ്ഫാ ഹഖീഖി മറച്ചു മണിക്കണം. ഇൻ കുല്ലു മൻ ഫിസ് സമാവാതി, മൻ വീണ്ടും സാക്കിനത്ത നൂൻ ശേഷം ഫാ ഇഖ്ഫാ ഹഖീഖി അവ്യക്തമാക്കി മണിക്കുക. ഇൻ കുല്ലു മൻ ഫിസ് സമാവാതി വൽ അർദി ഇല്ലാ,
ഇല്ല എന്നതിൽ അലിഫിൻ്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. 4 or 5 ഹറക്കത്തിൻ്റെ അളവിൽ അവിടെ ദീർഘം നൽകേണ്ടതാണ്. ഇവിടെ വൽ അർദി റായിനും ദ്വാദിനും മാത്രമാണ് തഫ്ഖീം. ദ്വാദിന് കുറഞ്ഞ തഫ്ഖീമാണ്, കസ്ര ആയതുകൊണ്ട്. ഇതുവരെയുള്ള എല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖാണ്, ഈ റാവും ദ്വാദും ഒഴിച്ച്, ഇസ്തിഫാലിൻ്റെ ഹർഫുകളായതുകൊണ്ട്. ഇൻ കുല്ലു മൻ ഫിസ് സമാവാതി വൽ അർദി ഇല്ലാ ആതിർ റഹ്മാനി അബ്ദാ. റഹ്മാൻ റായിനെ തഫ്ഖീം ചെയ്യുക, ഹൽക്കിൻ്റെ അക്ഷരമാണ്, ശ്രദ്ധിച്ചുച്ചരിക്കുക. ആബിദ ബാഇൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കുക. ആബിദ ലഖദ് അഹ്സാഹും. ഖാഫിന് തഫ്ഖീം കൊടുക്കണം, ഇസ്തിഅലാഇൻ്റെ ഹർഫാണ്. ദാലിന് ഖൽഖല സുഗ്റ നൽകുക. ലഖദ് അഹ്സാഹും. ശ്രദ്ധിക്കുക, ഇതുവരെ വന്ന എല്ലാ ഹൽക്കിൻ്റെ അക്ഷരങ്ങളെയും പ്രത്യേകം ശ്രദ്ധിക്കണം എന്നതാണ് സൂചിപ്പിക്കുന്നത്. നേരത്തെ അബ്ദ ഐന് വന്നു, ആവർത്തിച്ചു വരുന്നു. ഇങ്ങനെ എല്ലാ ഹൽക്കിൻ്റെ അക്ഷരങ്ങളെയും പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാം വ്യക്തമായി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. എന്ന് മാത്രമല്ല എല്ലാ ഹർഫും ക്ലിയറായി അതിൻ്റെ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കേണ്ടതാണ്. അഹ്സാഹും സ്വാദിനും അതിൻ്റെ അലിഫിനും തഫ്ഖീമാണ് കൊടുക്കേണ്ടത്. ഇസ്തിഅലാഇൻ്റെ ഹർഫാണ്, അതിനെ ദീർഘിപ്പിക്കുന്ന അലിഫിലും തഫ്ഖീം ഉണ്ടാവണം. ലഖദ് ഖാഫിന് തഫ്ഖീമാണ്, ഇസ്തിഅലാഇൻ്റെ ഹർഫാണ്. ലഖദ് അഹ്സാഹും. അന്ത്യത്തിൽ വന്ന സാക്കിനത്തായ മീമിൻ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. ശേഷം വാവ് വന്നതുകൊണ്ട് സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യണം. രണ്ടും ഷഫവിയായ അക്ഷരങ്ങളാണ് എന്നത് ശ്രദ്ധിക്കുക. ലഖദ് അഹ്സാഹും വഅദ്ദഹും അദ്ദ. വഅദ്ദഹും അദ്ദ. സാക്കിനത്തായ മീമും ഐനും വന്നിട്ടുണ്ട്. ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കുക. ഐനുകളൊക്കെ ശ്രദ്ധിച്ചുച്ചരിക്കുക. ഹുറൂഫുൽ ഹൽക്കിൽ പെട്ടതാണ്. വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദ. വകുല്ലുഹും ആതീഹി സാക്കിൻ തമീമും ശേഷം ഹംസയും ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കണം. വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമ. ആതീഹി അന്ത്യത്തിൽ വന്ന ഉദ്ദമീർ അതിന് അല്പം പോലും ദീർഘമില്ല, കാരണം തൊട്ട് മുമ്പിൽ സുക്കൂനുണ്ട് എന്നതുകൊണ്ട്. ആതീഹി യൗമൽ ഖിയാമത്തി. ഖാഫിന് ഇസ്തിഅലാഇൻ്റെ ഹർഫാണ്, മക്സൂറാണ്, കുറഞ്ഞ തഫ്ഖീം കൊടുക്കണം. യൗമൽ ഖിയാമത്തി ഫർദ. ഫർ എന്ന് പറയുമ്പോൾ റാഇന് തഫ്ഖീം കൊടുക്കുക. യൗമൽ ഖിയാമത്തി ഫർദ. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. وقالوا اتخذ الرحمن ولدا لقد جئتم شيئا إدا. تكاد السماوات يتفطرن منه وتنشق الأرض وتخر الجبال هدا أن دعوا للرحمن ولدا وما ينبغي للرحمن أن يتخذ ولدا إن كل من في السماوات والأرض إلا آتي الرحمن عبدا لقد أحصاهم وعدهم عدا وكلهم آتيه يوم القيامة فردا.